അമൃത് വേണി പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE in association with Joya Lucas. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 6 വെള്ളിയാഴ്ച. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ ആർച്ച് പാലമായ ചെനാബ് പാലം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തു. ജമ്മു കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ജമ്മു കശ്മീരിലെ റിയാസി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന പാലം ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്ക് പദ്ധതിയുടെ പ്രധാന ഘടകമാണ്. ചെനാബ് നദിയിൽ നിന്ന് 359 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പാലം ഐഫൽ ടവറിനേക്കാൾ ഉയരത്തിലുള്ളതാണ്. മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചു. മുൻ KPCC അധ്യക്ഷനായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സംബന്ധിയായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു. ശൂരനാട് വാർഡ് കമ്മിറ്റി അംഗമായിട്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയത്. 1977-ലും 1982-ലും അടൂരിൽ നിന്ന് 2 തവണ നിയമസഭയിലെത്തി. 1991-ലും 1992-ലും 2004-ലും 3 തവണ രാജ്യസഭാംഗമായി. 1998-ലും 2004-ലും 2 തവണ KPCC അധ്യക്ഷനായിരുന്നു. 100 സീറ്റ് നേടി അധികാരത്തിലെത്തിയപ്പോൾ KPCC അധ്യക്ഷനായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. ബലിപെരുന്നാൾ അവധി വിവാദത്തിൽ പ്രതികരിച്ച് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, എല്ലാം വർഗീയമാക്കാൻ ചിലർ ശ്രമിക്കുകയാണെന്നും വർഗീയ വിഷം കലർത്താനാണ് ചിലരുടെ ശ്രമമെന്നും ഗോവിന്ദൻ പറഞ്ഞു. പെരുന്നാൾ അനുസരിച്ചാണ് അവധി തീരുമാനിച്ചതെന്നും അതിനെതിരെ പ്രശ്നമുണ്ടായപ്പോൾ ഇന്നും നാളെയും അവധി പ്രഖ്യാപിക്കുകയായിരുന്നുവെന്നും MV ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു. ബക്രീദ് അവധിയിൽ പ്രതിപക്ഷം രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്നുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. അവധി പ്രഖ്യാപിക്കുന്നതിൽ സർക്കാരിന് ഒരു വിമുഖതയും ഇല്ലെന്നും മറ്റാരേക്കാളും സർക്കാരിന് താൽപര്യമുള്ള വിഷയമാണെന്നും മന്ത്രി വ്യക്തമാക്കി. സർക്കാരിന് ഈ ദിവസം അവധി നൽകുന്നതിൽ താൽപര്യക്കുറവില്ലെന്നും മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് രാത്രി തീരുമാനമെടുക്കുകയായിരുന്നുവെന്നും മന്ത്രി വ്യക്തമാക്കി. ദേശീയപാതയുടെ വികസനത്തിന് പാർലമെന്റിന്റെ പബ്ലിക് അക്കൌണ്ട്സ് കമ്മിറ്റി ഉടക്കുവയ്ക്കുകയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയില്ലെന്ന് ദില്ലിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി പ്രൊഫസർ KV തോമസ്. ദേശീയപാതയുടെ നിർമ്മാണവും അതിലെ പിഴവുകൾ തിരുത്തലും നടത്തേണ്ട ചുമതല NHAIക്കാണെന്നും ഈ യാഥാർത്ഥ്യമാണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി വെളിപ്പെടുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. കോൺഗ്രസുകാരുടെ കെട്ടിപ്പിടുത്തം കരടി പിടിക്കും പോലെയാണെന്നും എല്ലാം സ്നേഹമാണെന്ന് കരുതുമെന്നും പക്ഷേ തട്ടിപ്പാണെന്നും A വിജയരാഘവൻ. ദേശീയപാത തകർന്നതിൽ പ്രതിപക്ഷം ഇപ്പോൾ സന്തോഷിക്കുകയാണെന്നും അന്വേഷണം ആവശ്യപ്പെട്ട് പദ്ധതി കോടതി കയറ്റി നിർമ്മാണം വൈകിപ്പിക്കാനാണെന്നും പദ്ധതി വൈകണം എന്നതാണ് സതീശന്റെയും പ്രതിപക്ഷത്തിന്റെയും ചിന്തയെന്നും അദ്ദേഹം പറഞ്ഞു. നിലമ്പൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രിയങ്ക ഗാന്ധി എത്തും. ജൂൺ 14-16 തീയതികൾക്കിടയിൽ ഏതെങ്കിലും 2 ദിവസമാകും പ്രചാരണത്തിന് എത്തുക. റോഡ് ഷോയിലും പൊതുയോഗത്തിലും പങ്കെടുക്കും. സ്വന്തം മണ്ഡലമാണ് എന്ന പരിഗണനയിലാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പ്രിയങ്ക എത്തുന്നത്. നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ഇടത് നഗരസഭാ കൌൺസിലർ തൃണമൂൽ കോൺഗ്രസിലേക്ക്. JDS ദേശീയ കൌൺസിലർ കൂടിയായ എരത്തിക്കൽ ഇസ്മായിൽ ആണ് തൃണമൂൽ കോൺഗ്രസിലേക്ക് ചേരുന്നത്. LDF UDF മുന്നണികൾക്കെതിരെയുള്ള PV അൻവറിന്റെ പോരാട്ടത്തിൽ ഒപ്പം ചേരുകയാണെന്ന് എരത്തിക്കൽ ഇസ്മായിൽ വ്യക്തമാക്കി. കൊച്ചിയിലെ പുറംകടലിൽ മുങ്ങിയ ചരക്ക് കപ്പലിനുള്ളിൽ പരിശോധനാ നടപടികൾ ഇന്നു മുതൽ ആരംഭിക്കും. ദക്ഷിണാഫ്രിക്കയിൽ നിന്നെത്തിയ മുങ്ങൽ വിദഗ്ധരുടെ സംഘം ആദ്യം കപ്പൽ മുങ്ങിയ സ്ഥലത്ത് കടലിന്റെ അടിത്തട്ടിൽ പരിശോധന നടത്തി മാപ്പിംഗ് പൂർത്തിയാക്കും. തുടർന്ന് കണ്ടെയ്നറുകൾ പുറത്തെടുക്കാനുള്ള നടപടികളിലേക്ക് കടക്കും. കപ്പൽ മുങ്ങിയ മേഖല പൂർണ്ണമായും കോസ്റ്റ് ഗാർഡിന്റെ നിരീക്ഷണത്തിലാണ്. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട് ജീവനക്കാർക്ക് നുണപരിശോധന നടത്തും.
8 ജീവനക്കാരെ നുണപരിശോധന നടത്താൻ ഫോർട്ട് പോലീസ് കോടതിയിൽ അനുമതി തേടി. ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ നിർമ്മാണത്തിന് പുറത്തെടുത്ത സ്വർണമാണ് കാണാതായത്. ഈ സ്വർണം ക്ഷേത്ര മതിലിനകത്തെ മണലിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. അന്ന് സ്വർണം കൈകാര്യം ചെയ്തവരെയാണ് നുണപരിശോധനയ്ക്ക് വിധേയരാക്കുന്നത്. നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരെ വധഭീഷണി. ഫെഫ്കയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലാണ് സന്ദേശം എത്തിയത്. സാന്ദ്രയെ കൊല്ലും എന്നാണ് ഭീഷണി. സാന്ദ്രയുടെ അച്ഛനെതിരെയും സന്ദേശത്തിൽ അസഭ്യപ്രയോഗം നടത്തിയിട്ടുണ്ട്. സംഭവത്തിൽ പ്രൊഡക്ഷൻ കൺട്രോളർ റെനി ജോസഫിനെതിരെ സാന്ദ്ര പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. നിർമ്മാതാവ് സാന്ദ്ര തോമസിനെതിരായ ഭീഷണി സന്ദേശത്തിൽ നടപടിയെടുത്ത് ഫെഫ്കയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് യൂണിയനിൽ നിന്ന് റെനി ജോസഫിനെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു. ജനറൽ സെക്രട്ടറി ഷിബു ജി സുശീലനാണ് വാർത്താക്കുറിപ്പിലൂടെ ഇക്കാര്യം അറിയിച്ചത്. നടൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് PC ചാക്കോ വാഹനാപകടത്തിൽ മരിച്ചു. ഷൈൻ ടോമും കുടുംബവും സഞ്ചരിച്ച കാർ ബാംഗ്ലൂരുവിന് അടുത്തുവച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഇന്ന് പുലർച്ചെ സേലം ബാംഗ്ലൂരു ദേശീയപാതയിലായിരുന്നു അപകടം. അപകടത്തിൽ ഷൈൻ ടോമിന്റെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഷൈൻ ടോമിനും അച്ഛനുമൊപ്പം അമ്മയും സഹോദരനും സഹായിയും കാറിലുണ്ടായിരുന്നു. ഇവരെ ധർമ്മപുരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. പാലക്കാട് പാൽ സൊസൈറ്റി പ്രസിഡന്റ് ആത്മഹത്യാക്കുറിപ്പെഴുതി വെച്ച് ജീവനൊടുക്കി. തെക്കേപ്പറമ്പ് ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് VK പ്രഭാകരനാണ് ആത്മഹത്യ ചെയ്തത്. തന്റെ വ്യാജ ഒപ്പ് ഉപയോഗിച്ച് സൊസൈറ്റിയിൽ നിന്നും സെക്രട്ടറി പണം തട്ടിയെന്നും സെക്രട്ടറിയായ ശരത് കുമാറും ജീവനക്കാരി രമയും കബളിപ്പിച്ച് 15 ലക്ഷം തട്ടിയെന്നും ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നു. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. രാജ്യത്ത് ആകെ ആക്ടീവ് കോവിഡ് കേസുകൾ 5364 ഉയർന്നു. 498 പേർക്കാണ് രാജ്യത്ത് 24 മണിക്കൂറിനിടെ രോഗം സ്ഥിരീകരിച്ചത്. 4 കോവിഡ് മരണവും സ്ഥിരീകരിച്ചു. കേരളത്തിൽ മാത്രം 2 മരണം സ്ഥിരീകരിച്ചു. 74 വയസ്സുകാരിയും 79 വയസ്സുകാരനുമാണ് കേരളത്തിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. 24 മണിക്കൂറിനിടെ കേരളത്തിൽ 192 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. രാജ്യത്തെ കോവിഡ് കേസുകളിൽ 31% കേരളത്തിലാണ്. റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ IPL വിജയാഘോഷത്തിനിടെ ചിന്നസ്വാമിക് സ്റ്റേഡിയത്തിന് പുറത്തുണ്ടായ തിക്കിലും തിരക്കിലും പെട്ട് 11 പേർ മരിക്കാനിടയായ സംഭവത്തിൽ RCBയുടെ മാർക്കറ്റിംഗ് തലവൻ നിഖിൽ സൊസേലയെ ബാംഗ്ലൂരു കെമ്പഗൌഡ വിമാനത്താവളത്തിൽ നിന്ന് അറസ്റ്റ് ചെയ്തു. മുംബൈയിലേക്ക് പോകുന്നതിനിടെയായിരുന്നു സൊസേലയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത്. ടീമുകളുടെ വിജയാഘോഷത്തിന് റോഡ് ഷോകളുടെ ആവശ്യമില്ലെന്ന് ഇന്ത്യൻ പരിശീലകൻ ഗൌതം ഗംഭീർ. ആഘോഷത്തെക്കാളും ജനങ്ങളുടെ ജീവിതമാണ് പ്രധാനമെന്നും മുൻപും ഇക്കാര്യം താൻ പറഞ്ഞിട്ടുണ്ടെന്നും ഇംഗ്ലണ്ട് പര്യടനത്തിന് മുമ്പായി നടത്തിയ വാർത്താസമ്മേളനത്തിൽ ഗംഭീർ പറഞ്ഞു. ഛത്തീസ്ഗഡിൽ ഇന്നലെയുണ്ടായ ഏറ്റുമുട്ടലിൽ സുരക്ഷാസേന CPI മാവോയിസ്റ്റ് സെൻട്രൽ കമ്മിറ്റി അംഗത്തെ വധിച്ചുവെന്ന് മുഖ്യമന്ത്രി വിഷ്ണു ദേവ്സായ്. 66-കാരനായ തെൻഡുലക്ഷ്മി നരസിംഹ ചലത്തെയാണ് വധിച്ചത്. തലയ്ക്ക് 40 ലക്ഷം രൂപ വിലയിട്ടിരുന്ന നേതാവിനെയാണ് സുരക്ഷാസേന വധിച്ചത്. ഓപ്പറേഷൻ സിന്ദൂർ വിശദീകരിക്കുന്നതിന്റെ ഭാഗമായി വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന ഇന്ത്യയുടെ പാർലമെന്ററി പ്രതിനിധി സംഘം US വൈസ് പ്രസിഡന്റ് JD വാൻസുമായി കൂടിക്കാഴ്ച നടത്തി. വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ച 25 മിനിറ്റോളം നീണ്ടുനിന്നു. ശശി തരൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം UN-ലെ 3 ഭീകരവിരുദ്ധ സമിതികളുടെ തലപ്പത്ത് പാകിസ്ഥാൻ എത്തിയതിലുള്ള ഇന്ത്യയുടെ അതൃപ്തി JD വാൻസിനെ അറിയിച്ചു. കൺഗ്രാചുലേഷൻസ്. മിടുക്കിയാട്ടോ. പൈലറ്റ് ആവണമെന്ന് പറയണേ. അവളുടെ ആഗ്രഹമല്ലേ, അവള് പറക്കട്ടെ. ചെലവ് എത്രയാന്ന്? KSFEയുടെ പുതിയ ഹാർമണി ചിട്ടി ചേരണം. കണ്ണടച്ചു തുറക്കും മുമ്പ് അവളുടെ +2 കഴിയില്ലേ. കടം വാങ്ങാതെയും സ്ഥലം വിൽക്കാതെയും കുട്ടികളെ പഠിപ്പിക്കാം. KSFE ഹാർമണി ചിട്ടികൾ. KSFE ഹാർമണി ചിട്ടിയിൽ ചേരുന്ന 100 ഭാഗ്യശാലികൾക്ക് സിംഗപ്പൂർ യാത്ര സൗജന്യം. ബലിപെരുന്നാൾ നിറവിൽ ഗൾഫ് രാജ്യങ്ങൾ. UAE-യിലും ഒമാനിലുമടക്കം എല്ലാ ഗൾഫ് രാജ്യങ്ങളിലും ഇന്നാണ് ബലിപെരുന്നാൾ. UAE-യിലെ വ്യത്യസ്ത എമിറേറ്റ്സുകളിൽ പുലർച്ചെ 5:41 മുതലായിരുന്നു പെരുന്നാൾ നമസ്കാരം. പ്രവാസികളുടെ നേതൃത്വത്തിലും പള്ളികളിലും ഈദ് മുസല്ലകളിലും പെരുന്നാൾ നിസ്കാരങ്ങൾ സംഘടിപ്പിച്ചു. 222 സ്വദേശികളുടെ സാമ്പത്തിക ബാധ്യതകൾ എഴുതിത്തള്ളാൻ ഉത്തരവിട്ട് UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ. ആകെ 139 മില്യൺ ദിർഹത്തിന്റെ കടമാണ് എഴുതിത്തള്ളുക.
ബലിപെരുന്നാളിനോടനുബന്ധിച്ചാണ് ഈ പ്രഖ്യാപനം. ജോലിയിൽ നിന്ന് വിരമിച്ച 132 പേരുടെ 86.47 ദശലക്ഷം ദിർഹവും സാമൂഹിക പിന്തുണ വിഭാഗത്തിന് കീഴിൽ 90 പൌരന്മാരുടെ 53.4 ദശലക്ഷം ദിർഹവും എഴുതിത്തള്ളും. ഉദ്ഘാടന ചടങ്ങിനിടെ തകർന്ന യുദ്ധക്കപ്പൽ 2 ആഴ്ചയിൽ പുനർനിർമ്മിച്ച് ഉത്തരകൊറിയ. യുദ്ധക്കപ്പൽ തകർന്ന സംഭവത്തിൽ മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം അറസ്റ്റിലായതിന് പിന്നാലെയാണ് 5000 ടൺ ഭാരമുള്ള കപ്പൽ ഉത്തരകൊറിയ പുനർനിർമ്മിച്ചത്. ഇന്നലെയാണ് ഈ കപ്പൽ വീണ്ടും നീറ്റിലിറക്കിയത്. മസ്കിന്റെ കമ്പനികൾക്കുള്ള കരാറുകളും ഇളവുകളും പിൻവലിക്കണമെന്ന ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തിരിച്ചടിയായി ഡ്രാഗൺ ബഹിരാകാശ പേടകം ഉടനടി ഡീകമ്മീഷൻ ചെയ്യുമെന്ന് മസ്ക് എക്സിലൂടെ ഭീഷണിപ്പെടുത്തി. മസ്ക് ഡ്രാഗൺ പേടകം പിൻവലിച്ചാൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലാവും എന്നതാണ് യാഥാർത്ഥ്യം. തെറ്റിപ്പിരിഞ്ഞതിന് പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ച് ഇലോൺ മസ്ക്. ജെഫ്രി എപ്സ്റ്റൈൻ ബാലപീഡന പരമ്പരയിൽ ട്രംപിനും പങ്കുണ്ടെന്നാണ് മസ്കിന്റെ ആരോപണം. കേസ് റിപ്പോർട്ട് ട്രംപ് രഹസ്യമായി വെച്ചിരിക്കുന്നത് അതുകൊണ്ടാണെന്നും മസ്ക് എക്സിൽ ആരോപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കലഹത്തിന് പിന്നാലെ പുതിയ രാഷ്ട്രീയ പാർട്ടിയെക്കുറിച്ചുള്ള ചർച്ച ഉയർത്തി ഇലോൺ മസ്ക്. അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകത സംബന്ധിച്ച് ചോദ്യമുന്നയിച്ചുകൊണ്ടുള്ള അഭിപ്രായ സർവേ മസ്ക് എക്സിൽ പങ്കുവച്ചു. റിപ്പബ്ലിക്കൻ പാർട്ടിക്കും ഡെമോക്രാറ്റിക് പാർട്ടിക്കും ഇടയിൽ നിൽക്കുന്ന രാജ്യത്തെ 80% വരുന്ന ജനങ്ങളെ പ്രതിനിധീകരിക്കാൻ അമേരിക്കയിൽ ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കേണ്ടതില്ലേ എന്നാണ് മസ്ക് മുന്നോട്ട് വച്ചിരിക്കുന്ന ചോദ്യം. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.